പരിയാരം സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പുതിയ പംക്തിയാണ് ഡോക്ടറോട് ചോദിക്കാം. ഈ മാസം ഈ മഴക്കാല രോഗങ്ങൾ എങ്ങനെ നമുക്ക് തടയാം എന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതിന് മുന്നോട്ട് വന്ന എല്ലാ കത്തോലിക്ക കോൺഗ്രസിന്റെ അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ആദ്യം മുതൽ അവസാനം വരെ ഇത് ശ്രവിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. വികാരി വിൽസനച്ചൻ. നമസ്കാരം. പരിയാരം സെന്റ് ജോർജ് പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗങ്ങൾ എങ്ങനെ തടയാം എന്ന് ഡോക്ടറോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഏവരും കടന്നു വന്നിരിക്കുന്നത്. ഡോക്ടറെ നമസ്കാരം. നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്ന ഡോക്ടർ നിവ്യ വിൽസൺ. ഡോക്ടർക്ക് ആദ്യം തന്നെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഓക്കെ. മഴക്കാലം തുടങ്ങിയതോടെ പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഡോക്ടർ എത്തിയിരിക്കുന്നത്. ഡോക്ടറെ, ഈ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതെല്ലാമാണ്? ഈ മഴക്കാലത്ത് നമ്മൾ സാധാരണമായി കണ്ടുവരുന്നത് ഒന്ന് ഡെങ്കി, പിന്നെ കേരളത്തിൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഈ എലിപ്പനി, അതുമാതിരി മലേറിയ, ടൈഫോയിഡ്, കോളറ, അതുമാതിരി പല വൈറൽ പനികളും ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ഇതെല്ലാം വെള്ളത്തിലൂടെ ഒക്കെ വരുന്നതാണ്. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും, അതുമാതിരി ചർമ്മമായി ബന്ധപ്പെട്ട ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളെല്ലാം ഈ മഴക്കാലത്ത് കൂടുതൽ കണ്ടുവരുന്നതാണ്. പനിയും ഡെങ്കിപ്പനിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് നമ്മൾക്ക് തിരിച്ചറിയാം? പനിയും ഡെങ്കിപ്പനിയും, ഈ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൊതുക് വഴി പടരുന്ന ഒരു രോഗമാണ്, ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഈ ഡെങ്കിപ്പനിയുടെ സാധാരണമായി നമ്മൾ സാധാരണ പനിയിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് ഒന്ന് ശക്തമായ പനിയാണ്, രണ്ട് ഭയങ്കര തലവേദനയായിരിക്കും, പിന്നെ കണ്ണിന് പുറകിലുള്ള വേദന. ഇപ്പം നമ്മൾ കണ്ണ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വേദന വരും. അതുമാതിരി ചില സമയത്ത് ഗുരുതരമായ അവസ്ഥയിൽ നമുക്ക് രക്തസ്രാവം പോലെ കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. പിന്നെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട്, ഇതെല്ലാം നമുക്ക് പിന്നെ ശരീരവേദന ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്താണ് നമ്മൾ കൺഫേം ആക്കുക. ബട്ട് ഇത് നോർമൽ പനിയിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കുന്നത് ഇതൊക്കെയാണ്: കടുത്തമായ പനി, ശരീരവേദന, ഇതെല്ലാം. ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ഡോക്ടർ നിർബന്ധമായി കാണേണ്ടത്? ഡോക്ടർ നിർബന്ധമായി കാണേണ്ടത് ഒന്ന് ഈ കടുത്ത പനി വരുന്നത്, ശക്തമായ പനി ഒന്ന്, രണ്ട് ഈ വിട്ടുമാറാത്ത ഛർദിൽ, അതുമാതിരി നമ്മൾ പിന്നെ നോക്കേണ്ട കാര്യങ്ങൾ ഇതുമാതിരി രക്തസ്രാവം ഞാൻ പറഞ്ഞല്ലോ. ഈ ഡെങ്കിയിലൊക്കെ ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ടൊക്കെ കുറയുമ്പോൾ നമുക്ക് അതിൽ ചിലപ്പോൾ ഈ മോണകളിൽ നിന്ന് ചിലപ്പോൾ ബ്ലീഡിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന്, അങ്ങനെയൊക്കെ. അതൊക്കെ ഇച്ചിരി ഗുരുതരമായ അവസ്ഥയിലാണ്. പക്ഷെ അതിലോട്ടൊക്കെ എത്തുന്നേക്കാളും മുന്നേ നല്ല ശക്തമായ പനി, വിട്ടുമാറാത്ത നല്ല ശരീരവേദന, അതുമാതിരി സന്ധിവേദന, ഈ കാര്യങ്ങൾ, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കണ്ണിന് പുറകിലുള്ള വേദന, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ക്ഷീണമൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കാണാം നേരത്തെ തന്നെ. കുട്ടികളിലും മുതിർന്നവരിലും രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണോ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആൾക്കാരിൽ നിന്നും നല്ല ഡിഫറൻസ് ആണ് ഉള്ളത്. കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അവർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, പിന്നെ ഭയങ്കര അമിതമായി അവർ കരയും. പിന്നെ ഇപ്പം ഞാൻ വലിയ ആൾക്കാരിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കണ്ടുവരുന്ന തലവേദന, വലിയ പനി, അതുമാതിരി കണ്ണിന് പുറകിലുള്ള വേദന, അങ്ങനത്തെ ഓരോ ഏത് അസുഖമാണോ അതിൻ്റെതായ സിംറ്റംസ് നമുക്ക് വലിയ ആൾക്കാരിലാണ്. പക്ഷെ പിള്ളേരിൽ നമുക്ക് അത് എടുത്തു കാണിക്കണമെന്നില്ല. ഇതൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞ പോലെ അവർ അമിതമായ കരയുക, അസ്വസ്ഥത, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അതെല്ലാം. ഡോക്ടറെ, മഴക്കാലത്ത് പനി വന്നാൽ സ്വയം ചികിത്സിക്കുന്നത് അപകടമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? മഴക്കാലത്ത് നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ, കാരണം ഇപ്പം ഞാൻ മഴക്കാലത്ത് ഉണ്ടാകുന്ന പല അസുഖങ്ങളും ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഡെങ്കി ആവാം, മലേറിയ, എലിപ്പനി, ഇതിനെല്ലാം കാരണങ്ങൾ എല്ലാം പനികളാണ്. പക്ഷെ ഇത് തുടങ്ങുന്നത് സാധാരണ എല്ലാ പനികൾ പോലെയാണ്. പക്ഷെ ഇതിന്റെ കാരണങ്ങളെല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പം ഡെങ്കി ഞാൻ പറഞ്ഞ പോലെ ഈ വൈറൽ ഇൻഫെക്ഷൻ ആണ്, അതുമാതിരി മലേറിയ, ഇതെല്ലാം ടൈഫോയിഡ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ വൈറലിന് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ട് അത്ര യൂസ് ഇല്ല. അപ്പം നമ്മൾ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സിക്കുന്നതുകൊണ്ട് നമ്മളിത് വൈകാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടേണ്ട ശരിക്കുള്ള ചികിത്സ വൈകുമ്പോൾ അത് മേ ബി കൂടുതൽ കോംപ്ലിക്കേഷൻ ലേറ്റർ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഇതുകൾ കണ്ടറിഞ്ഞ് നമ്മൾ നേരെ ഡോക്ടറെ നേരിട്ട് പോയി നേരത്തെ കാണാത്തത്. മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? മലിനമായ വെള്ളത്തിലൂടെ പടരുന്ന രോഗങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ടൈഫോയിഡ്, പിന്നെ രണ്ട് ഈ എലിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഈ രോഗബാധിതയായിട്ടുള്ള എലികളുടെ മൂത്രം കലർന്ന
കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നോ അതുമാതിരി ചെളി അങ്ങനെ അതിൽ നിന്നൊക്കെയാണ് പടരുന്നത്. പിന്നെ കോളറ, ടൈഫോയിഡ് ഇതെല്ലാം മലിനമാകുന്ന വെള്ളത്തിൽ കൂടെ പടരുന്ന അസുഖങ്ങളാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് കൊണ്ട് മാത്രം ജലജന്യ രോഗങ്ങൾ തടയാനാകുമോ? തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ കുടിക്കുന്നതുകൊണ്ട് ഒരുമാതിരി നമുക്ക് കൂടുതലെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്കെല്ലാം, കാരണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡെങ്കി, മലേറിയ ഒക്കെ കൊതുകിൽ കൂടെ വരുന്ന അസുഖങ്ങളാണ്. അപ്പം അതിന് നമുക്ക് ഈ കൊതുകിൻ്റെ ഈ ബ്രീഡിങ് എല്ലാം തടയേണ്ടത്. ഇപ്പം നമ്മൾ വീടിന് ചുറ്റും വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ പല വേറെ മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷെ വെള്ളം നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം, ഒരിക്കലും നമ്മളിപ്പോൾ തിളപ്പിച്ച വെള്ളത്തിലോട്ട് നമ്മൾ കൂടുതൽ വെറുതെ വെള്ളം ആഡ് ചെയ്ത് പിന്നെ നമ്മൾ കഴിക്കരുത്. തിളപ്പിച്ചിട്ട് അത് ആറിയതിന് ശേഷം നമ്മൾ ആ വെള്ളം കുടിക്കുന്നത് ഒരു മിക്കവാറും അസുഖങ്ങളെല്ലാം നമുക്ക് തടയും. ഡോക്ടറെ, ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവ പടരുന്നത് എങ്ങനെയാണ്? ഡെങ്കിപ്പനി ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അതിൻ്റെ ഒരു 4 ടൈപ്പ് അതിന് സ്ട്രെയിൻസ് ഉണ്ട് ഈ വൈറസിന്. ഇത് കൊതുകിൽ കൂടി പടരുന്ന അസുഖമാണ്. അതിൻ്റെ ഈ കൊതുക് എന്ന് പറഞ്ഞാൽ ഏഡീസ് ഈജിപ്തി എന്ന് പറഞ്ഞൊരു കൊതുകാണ് ഇത് പടരുന്നത്. അത് കൂടുതലും ഈ ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകുകളാണ്. അപ്പം നമ്മൾ അതിൻ്റെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ വീടിന് ചുറ്റുമൊക്കെ നോക്കാം. ഇങ്ങനെ മഴക്കാലത്ത് വെള്ളമൊക്കെ കെട്ടി കിടക്കാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം ചെടിച്ചട്ടികൾ, അതുമാതിരി ഈ ടയറുകൾ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ പരിസരം ഒക്കെ ശ്രദ്ധിച്ച് അതെല്ലാം കളയാം. പിന്നെ എലിപ്പനി എന്ന് ഞാൻ പറഞ്ഞല്ലോ, എലിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗബാധിതരായിട്ടുള്ള എലികളുടെ ഈ മൂത്രം കലർന്നിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ഈ ചെളികരി കൂടെയൊക്കെ നമ്മളുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും പൊട്ടലോ മുറിവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്ന അസുഖമാണ് ഈ എലിപ്പനി. അപ്പം നമ്മൾ മാക്സിമം ഒന്ന് ഈ കൊതുകിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ള മെഷേഴ്സ് എടുക്കുക. 2, നമ്മൾ ഈ എലിപ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ ഭക്ഷ്യവസ്തുക്കളും വേസ്റ്റുകളൊക്കെ നമ്മൾ വീടിന് ചുറ്റിടുമ്പോൾ എലികളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് വഴി എങ്ങനെ രോഗങ്ങളെ തടയാം? വീടും വഴി ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പം ഈ മലേറിയയും ഡെങ്കിയൊക്കെ, ചിക്കൻ ഗുനിയ, ഇതെല്ലാം കൊതുകി കൂടി പടരുന്ന അസുഖങ്ങളാണ്. അപ്പം നമ്മൾ വീടിന് ചുറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തമായി കവർ ചെയ്യുന്ന വസ്ത്രം ഒക്കെ യൂസ് ചെയ്യുക. വീടിന് ചുറ്റുമുള്ള ഈ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ പരിസരം എല്ലാം ഈ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കളയുക, നോക്കുക. പിന്നെ നമുക്ക് ഈ ക്രീമുകളെല്ലാം കിട്ടി, റിപ്പല്ലൻസ് എന്ന് പറഞ്ഞാൽ കൊതുകിൻ്റെ നമുക്ക് ശരീരത്തെ അവർ കടിക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്തായിരുന്നു ചോദ്യം? സെക്കൻഡ്, പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്ന വഴി എങ്ങനെ രോഗങ്ങളെ തടയാം? പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റുകളൊന്നും നമ്മൾ പുറത്തിടാണ്ടിരിക്കാൻ നോക്കാം. അപ്പോൾ എലികളും അതൊക്കെ കുറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ കൈകൾ നന്നായി കഴുകുക. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അന്നന്ന് പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. ഈ ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ടും പഴകിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്പോൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം ഭക്ഷണത്തിന് മുന്നൊക്കെ എപ്പോഴും നിർബന്ധമായി ഹാൻഡ് വാഷ്, സോപ്പ് ഉപയോഗിച്ച് നമ്മളുടെ കൈകൾ കഴുകാൻ എപ്പോഴും നമ്മളുടെ കുട്ടികളെ ആണെങ്കിലും എല്ലാവരെയും ഓർമ്മിപ്പിക്കണം. കൊതുകുകടിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത്? കൊതുകുകടിയിൽ നിന്ന് രക്ഷ നേടാൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊതുകുവല യൂസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഈ ഡോറും ജനലുകളിലൊക്കെ നമുക്ക് ഈ നെറ്റൊക്കെ അടിക്കാം. പിന്നെ 2 പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ക്രീമുകളൊക്കെ ഉണ്ട്, റിപ്പല്ലൻസ് ക്രീമുകൾ, അത് യൂസ് ചെയ്യാം. പിന്നെ ശരീരം മൊത്തം കവർ ചെയ്യുന്ന വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതല്ലാണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മെയിനായിട്ട് നമ്മളുടെ ചുറ്റും പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കെട്ടിക്കിടക്കണ വെള്ളങ്ങളും അതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇറങ്ങി വീടിന് ചുറ്റുമൊക്കെ നോക്കി അവിടെ എന്തെങ്കിലും വെള്ളമോ, കാരണം മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുക. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ് എല്ലാം തടയും. എലിപ്പനി വരാതിരിക്കാൻ മണ്ണ്, കെട്ടിക്കിടക്കുന്ന വെള്ളം എന്നിവയുമായി സമ്പർക്കമുള്ളവർ എന്തൊക്കെ ചെയ്യേണ്ടത്? അത്യാവശ്യമില്ലാത്തവർ ഇറങ്ങരുത് ഇങ്ങനത്തെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ. ഇപ്പം അത്യാവശ്യമായിട്ടുള്ള ഒരു കർഷകർ, മത്സ്യത്തൊഴിലാളി, അങ്ങനെയുള്ളവർക്ക് ഇപ്പം അവർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇറങ്ങേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർ മേ ബി ഇപ്പം അവരുടെ കാലുകളിലൊക്കെ മുറിവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു അങ്ങനത്തെ മുറിവിൽ കൂടിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഇത് പ്രവേശിക്കുന്നത്. അപ്പോൾ അവരുടെ മുറിവുകളും പൊട്ടലുകളും അങ്ങനെ കാലിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് സൂക്ഷിക്കുക വൃത്തിയായിട്ട്. പിന്നെ 2 എന്ന് പറഞ്ഞാൽ അവർക്ക് റബ്ബർ ബൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ എന്തെങ്കിലും കെട്ടി അവർക്ക് അതിലോട്ട് ഇറങ്ങാം, ഗ്ലൗസ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. മഴക്കാലത്ത് ചർമ്മത്തിലുണ്ടാകുന്ന അലർജികളും ഫംഗസ് ബാധകളും എങ്ങനെ പ്രതിരോധിക്കാം?
മഴക്കാലത്ത് നമ്മൾ ഈർപ്പമാണ് ഈ ഫംഗസിന് ഏറ്റവും കൂടുതൽ വളരാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം. അപ്പൊ നമ്മൾ മാക്സിമം ഇപ്പൊ നനഞ്ഞ വസ്ത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റുക, അത് വെച്ചോണ്ടിരിക്കരുത്. പിന്നെ നമ്മളുടെ വ്യക്തി ശുചിത്വം പാലിക്കുക. അപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പരമാവധി കുറയും. നമ്മുടെ സ്കിന്ന് ചർമ്മം എല്ലാം ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ആരോഗ്യ പരിപാലനത്തിൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക് വലിയ ഒരു സ്ഥാനമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഭക്ഷണക്രമം എന്താണ്? നമുക്കിതിനൊരു നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അതിന് നമ്മൾ മാക്സിമം നോക്കേണ്ടത് അതിൽ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, അതുമാതിരി ധാന്യങ്ങൾ, പരിപ്പ്, അങ്ങനെയൊക്കെ, അതുമാതിരി മത്സ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കഴിക്കുന്നത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി എല്ലാം കൂട്ടുന്ന വളരെ സഹായിക്കും. ഈ മഴക്കാലം ആരോഗ്യകരമാക്കാൻ പൊതുജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? മഴക്കാലം നമ്മൾ ഒരു അസുഖം വരുന്നതിനേക്കാളും മുന്നേ അത് പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ മഴക്കാലം നമുക്ക് ആസ്വദിക്കാം, പക്ഷെ നമ്മളുടെ ആരോഗ്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഫുഡെല്ലാം അന്നന്ന് പാകം ചെയ്ത് കഴിക്കുക, വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. പിന്നെ ഈ കൊതുകുകളുടെ ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് അസുഖങ്ങളൊക്കെ കൊതുകുകൾ കൂടി പടരുന്നതാണ്. അപ്പൊ നമ്മൾ കൊതുകുകൾ വളരാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ വീടിന് ചുറ്റും ശ്രദ്ധിക്കുക. അതുമാതിരി കൊതുക് ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായി നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കൊതുകുവലയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക. പിന്നെ ഒന്ന് നമ്മളിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ വ്യക്തി ശുചിത്വം ഞാൻ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എല്ലാം നമ്മൾ കൈയെല്ലാം സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നോക്കുന്നത്. നമ്മുടെ വളരെ ലളിതവും എന്നാൽ ഏവർക്കും ഉപകാരപ്രദവുമായിട്ടുള്ള മറുപടികളാണ് ഡോക്ടർ നൽകിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അങ്ങനെ വരുമ്പോൾ പ്രതിരോധത്തിലും ചികിത്സയിലും അറിവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ അറിവിൻ്റെ സാർവത്രികവൽക്കരണമാണ് ഈ ഒരു പരിപാടി വഴി കത്തോലിക്ക കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് വിലയേറിയ അറിവ് പകർന്നു തന്നതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.